എന്റെ മണി കയറി ഇന്ന് എല്ലാം അങ്ങ് ശരിയാവുമെന്ന് വിചാരിച്ചാടി. ഇങ്ങോട്ട് നീ വന്നില്ലെങ്കിലും വേണ്ടൂല, എനിക്ക് കിട്ടാനുള്ള പൈസ എനിക്കിതാ. എനിക്ക് കടം വാങ്ങിച്ചിട്ട് ഞാൻ നിൽക്കേന്. നിന്റെ തന്തയിലെ സ്ഥലം എഴുതിത്താ എനിക്ക്, അത് മതി എനിക്ക്. നീ നിന്റെ അച്ഛനെ എവിടെയെങ്കിലും പോയി തല പറയടി. നിന്റെ നാക്കെന്തടി ഇറങ്ങിപ്പോയാ? എടി നിന്റെ തന്തയ്ക്ക് കഴിവില്ലെങ്കിലേ നിനക്ക് കോളേജിൽ ഒരു ഷുഗർ ഡാഡി ഉണ്ടായിരുന്നല്ല, അങ്ങേരത്ത് കൊണ്ട് ഉണ്ടാക്കാൻ പറയടി. അതാ പറയടി. നിന്റെ കൊച്ചിനെ വിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാമെങ്കിലേ നിന്നെ വിട്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയാടി. എടോ തന്റെ തനിക്ക് നാണമല്ലേടോ? ഇത്രയും നാട് മടി പിടിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ തുടർന്ന്. താനൊരു കാര്യം മറക്കണ്ട, തന്റെ സ്വത്തുക്കളൊക്കെ കട്ടെടുത്തോണ്ട് പോയോക്ക താ ഇപ്പൊ അഭയം കൊടുത്തിരിക്കണത് മറക്കണ്ട. അതാ മറക്കടി. എടി നീ ഇറങ്ങി വരുന്നുണ്ടോ? എടി ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടിട്ട് പൊട്ടിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തൊരു കഷ്ടമാണിത്. ഒരു കൊച്ചിനെ പ്രസവിച്ച് വളർത്തിയാലും അച്ഛൻ ഇതിൽ കൂടുതൽ എന്ത് കിട്ടണം? നീ പുറത്തോട്ട് ഇറങ്ങണ്ട മോളെ, നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. നിന്റെ അച്ഛനൊരു തലവേനോട് ആക്കിയില്ലേടി നീ? എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ ഒരു സന്തതി കിട്ടിയത്? നിന്റെ അമ്മയാണെങ്കിൽ ആരോടും വഴക്കിന് പോലും പോവാത്ത ഒരു പാവം. അങ്ങനെ ഒരു കുടുംബത്തിലാണ് നീ ജനിച്ചോന്ന് ഓർക്കാതെയാണ് പഠിപ്പ് നിർത്തി കെട്ടാമുട്ടി വല്ലവനോട് ഓടിപ്പോയത്. മാമി തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഇത്ര പ്രാവശ്യം ഏറ്റു പറഞ്ഞത് ഇതൊക്കെ. അച്ഛനെ വഞ്ചിച്ച് ഇറങ്ങിപ്പോയതിന് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയല്ലോ. ഒടുവിൽ അവൻ എന്നെയും കൊച്ചിനെയും വിറ്റ് കളയുന്നായപ്പോഴും അവിടെ നിന്ന് ഇറങ്ങി വന്ന് എനിക്ക് ചത്ത് കളയുന്നായിരുന്നു. ഇതിനേക്കാൾ നല്ലത് ചാവുന്നായിരുന്നു. നാണക്കെടുകാരണം നീ നിന്റെ അച്ഛനും വീട്ടിനകത്ത് ഇരുന്നാലും കുഴപ്പമില്ല. എടി ബന്ധുക്കളെ ഞങ്ങൾക്ക് കൂടെ ഒന്ന് നാട്ടിലോട്ട് പുറത്തിറങ്ങി നടക്കാൻ വയ്യല്ലോ. നിനക്കേ സുഖമില്ലെന്ന് പറഞ്ഞ് ഇവ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഈ മനുഷ്യനെ അമ്മ മരിച്ചതിന് ശേഷം നിന്നെ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയെന്ന് എനിക്കേ അറിയാവുള്ളൂ, നിനക്കറിഞ്ഞൂടാ. എന്റെ മാമ എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഈ പറ്റിപ്പോയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അയാളാണെങ്കിൽ എനിക്ക് ഡൈവേഴ്സ് പോലും തരില്ല. ഡൈവേഴ്സ് ഇനി അതുകൂടെ ഉള്ളു ബാക്കി. എടി ഇവൻ ഈ മിണ്ടാതിരിക്കുന്നതേ നിന്നെ ഇനിയും വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നിന്റെ ഭർത്താവിന്റെ വർത്താനം കേട്ടാലേ ആരാടി മിണ്ടായിരിക്കുന്നത്? ഇതൊക്കെ വേറെ എവിടെയെങ്കിലും നടക്കൂടി? ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവളെ കൊണ്ട് തന്നെ അവളെ വീട്ടിൽ മോഷണത്തിനും പ്രേരിപ്പിച്ച് അവള് ഗർഭിണിയായപ്പോ അവളെ കൊച്ചിനെ അങ്ങ് വിറ്റു. കൊച്ചു കലകിപ്പോയപ്പോ അവൻ അതിന്റെ കോമ്പൻസേഷൻ വേണോന്നല്ലേ? എടി ഇതൊക്കെ എവിടെയെങ്കിലും നടക്കൂടി? ഇതൊക്കെ നമ്മളെ ഒരു വിധി. അപ്പൊ ഇതാണ് നിന്റെ പുതിയ ബിസിനസ് നടത്തുന്ന സ്ഥലം. ഒന്ന് പോയേ. അങ്ങനെ എങ്ങനെ പോവാനാണ്? അങ്ങനെ പോവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ പണം, രണ്ടിലേതെങ്കിലും ഒന്ന് എനിക്ക് വേണം. കിരൺ ഇത്ര സ്നേഹിച്ചതിനെ എന്നെ ഇത്ര ദ്രോഹിച്ചത് പോരെ കിരൺ? മടുത്ത് എനിക്കും മടുത്തു. നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് കടം തീർക്കാനുള്ള പൈസ എങ്ങനെ തന്നേരെ? നീ ഫ്രീ. കിരൺ എന്താ ഈ പറയണേ? ഇവിടെ തൻ്റെ കൂടെ അന്ന് ഇറങ്ങി വന്നപ്പോൾ അച്ഛനെ കട്ട ചോർന്ന് ഇതുവരെ തിരിച്ചു പോലും കൊടുത്തിട്ടില്ല. എനിക്കിനി വയ്യ. എടി നിന്റെ തന്തയിലെടുത്ത് നിനക്ക് ചോദിക്കണേ ഇത്ര ഉളുപ്പെന്താടി? തനിക്ക് കാണില്ലെന്ന് എനിക്കുണ്ട്. എന്നാ മോളൊരു കാര്യം ചെയ്യാം, നീ എൻ്റെ കൂടെ വാ, നമുക്ക് വേറൊരു സർവീസ് നോക്കാം. അതാവുമ്പോൾ 9 മാസം എനിക്ക് കഴിയാനുള്ളതും നിനക്ക് കഴിയുള്ളതും കിട്ടും. നമുക്കിതൊരു ബിസിനസ് ആക്കാടി. നിന്നെയൊക്കെ എന്താ അവിടെ? ആ ചേച്ചി ഒന്നുമില്ല, ഇത് എൻ്റെ ഭാര്യ, ഞങ്ങളൊരു ബിസിനസ് സംസാരിച്ചതാണ്. അതൊക്കെ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചാൽ മതി. താ ഇറങ്ങിക്കേ. ഇപ്പം ഞാൻ പോവാം, പക്ഷേ ഇവളിവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇനിയും വരും ചേച്ചി. ഇവള് വീട്ടിൽ ചെന്നാലേ ഇവൾ അച്ഛൻ്റെ മടിയിൽ തന്നെ അങ്ങിരിക്കും, ഇറങ്ങത്തേ ഇല്ല. എന്നാ പോട്ടെ. അതെ കൊച്ചേ, ഞാൻ ഈ കട നടത്തുന്നതേ എനിക്ക് വേണ്ടിയിട്ടാണ്. അത് നശിപ്പിക്കാൻ പറ്റില്ല. ശമ്പളം ബാക്കി എത്രയാന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് പൊയ്ക്കോ, നാളെ തൊട്ട് വരണ്ട. ഇങ്ങോട്ടൊന്നും പറയണ്ട.
ഓ വന്നല്ലോ. എന്താണ് ഈ പൂങ്കണ്ണൂര് ഒളിപ്പിച്ചോണ്ട്? അയാൾ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്റെ ജോലിയും പോയി. അയാൾ പ്രശ്നം ഉണ്ടാക്കിയാൽ എന്താടി തെറ്റ്? നീയല്ലേടി നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ വിൽക്കാനായിട്ട് സമ്മതവും ഒപ്പിട്ട് കൊടുത്ത് പൈസ വാങ്ങിച്ചത് അല്ലേ? ഇപ്പൊ സ്വർണ്ണവും ഇല്ല, പണവും ഇല്ല, ഒന്നുമില്ല, എല്ലാം വിറ്റ് നല്ലോണം ദൂർത്തടിച്ചല്ലോ. അമ്മായി പറഞ്ഞത് എങ്ങോട്ടാ? അമ്മേന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിരിക്കുക കേട്ടോ. ഡി പറയുന്നതിനാണ് ഒരു കുഴപ്പം. വല്ലവന്റെ കൂടെ പ്രായത്തിന്റെ തിളപ്പിന് പോയി സുഖത്തിന് പോയി നിന്നിട്ട് കുടുംബത്തിന്റെ മാനം കടത്താനായിട്ട് എന്തിനാടി ഇങ്ങനെ? എടി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊന്നും മറക്കാതെ മര്യാദയ്ക്ക് ജീവിക്കാനാ പറയുന്നത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് ഓർമ്മിപ്പിക്കണമെന്നില്ല. ഞാൻ മറക്കാൻ പോണില്ല അതൊന്നും. എടി ഇന്ന് തന്നെ ഞാൻ സാധനം വാങ്ങിക്കാനായിട്ട് മാർജി ഫ്രീ പോയപ്പോണ്ടല്ലോ, അവന്മാരൊക്കെ ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, വൃത്തികെട്ട രീതിയിലാണ് ചോദിക്കുന്നത്. അത് എന്റെ കൂടെ. അപ്പൊ നമ്മൾ ഇല്ലാത്തപ്പോ അവർ എന്തൊക്കെയായിരിക്കും പറയുന്നത്? അവരൊക്കെ എന്താന്ന് വെച്ചാൽ പറയട്ടെ അമ്മായി. ഇപ്പൊ ഞാൻ അയാളിൽ നിന്ന് രക്ഷപ്പെടാനാ നോക്കണേ. ഒന്നെങ്കിൽ പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി ഒരു ജോലി നോക്കണം. അതിനുള്ള സഹായം അച്ഛനോട് ചോദിക്കാന്ന് ഞാൻ വിചാരിക്കണേ. അയാളെന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. നിനക്ക് മതിയായില്ല അല്ലേ? ഒന്ന് പഠിക്കാൻ വിട്ടേന്റെയാണ് ഈ കോപ്രായത്തിനെ നീ കാട്ടിക്കൂട്ടിയത്. ഇനി വല്ല നാട്ടിലും പോയാലേ അവന്മാർ നിന്നെ നശിപ്പിച്ച് കൊന്നുകളഞ്ഞ ആര് സമാധാനം പറയൂടി? ഇവനെ ഇനി ഇതൊക്കെ താങ്ങാൻ പറ്റുമോ? അമ്മായിക്ക് ഇത് എന്താ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, സമ്മതിച്ചു. അത് തിരുത്താനൊരു അവസരമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അത് തന്നൂടെ? അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛനില്ലാത്ത പ്രശ്നം അമ്മായിക്ക് എന്താ? മാളു നിർത്ത്. നീ ചേച്ചി എതിർത്ത് സംസാരിക്കണ്ട. ചേച്ചി പറഞ്ഞാൽ എന്താ തെറ്റ്? നീ ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നത് നീ മാത്രമല്ല, നമ്മളും കൂടിയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കേണ്ടി വരും. വിഷമം വന്നാൽ പറയും, ശകാരിക്കും. അത് നീ തിരിച്ചു പറയണ്ട. ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥയാണ് നീ. ഞാൻ കിരണിൻ്റെ അപ്പച്ചിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മോള് പോയതിന് ശേഷം അവൻ ഭയങ്കര കൂട്ടി. ഞാൻ അവനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ചു. ഇപ്പം അവൻ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അവന് ഗൾഫിൽ ജോലിയായി. പോകുമ്പോൾ മോളെ കൂടെ കൊണ്ടുപോകും. ആ മുംബൈക്കാരില്ലേ, അവരോട് അവൻ അവധി പറഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ പോയാൽ ഉടൻ തന്നെ അവൻ പൈസ തിരിച്ചു കൊടുക്കും. പക്ഷെ മോൾ എന്നോടൊപ്പം വരികയാണെങ്കിൽ അവനൊരു ജീവിതം കിട്ടുമായിരുന്നു. ഏയ് അത് വേണ്ട. അവൻ നന്നായി അവന് കൊള്ളാം. അവനെ നന്നാക്കാൻ എൻ്റെ മോൾ ആവശ്യമില്ല. അവൾ ഇവിടെ നിന്നാൽ മതി. കഴിഞ്ഞ ദിവസം അവിടെ വന്ന് വെള്ളം വെച്ചതാണ്. അതുകൊണ്ട് അവൻ്റെ മാറ്റം എനിക്ക് അത്ര വിശ്വാസമല്ല. അതെന്താടാ വേണ്ടാത്ത? നമ്മുടെ മോള് തെറ്റ് ചെയ്തപ്പോ നമ്മൾ ക്ഷമിച്ചില്ലേ? അതുപോലെയല്ലേ അവനും ഒരു ജീവിതം കിട്ടിയാലേ ഇവരുടെ ജീവിതം നന്നാവൂലേ? എത്ര കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവളെ വീട്ടിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അവർ സ്നേഹിച്ച് നടന്നവരല്ലേ? ജീവിതത്തിന്റെ ചൂടറിഞ്ഞപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി. ജീവിക്കാൻ തുടങ്ങിയപ്പോഴും കുറേ കോപ്രായങ്ങൾ കാണിച്ചു തുടങ്ങി. ഇനി നമുക്ക് അവർക്ക് ജീവിക്കാൻ ഒരു അവസരം കൊടുത്തൂടെ? അല്ലെങ്കിൽ തന്നെ മാളുവിനെ ഇനി ആര് കെട്ടാനാ? ഞാൻ വരാം അപ്പച്ചി. ഞാൻ ആരുടെയും സമാധാനക്കേടാവുന്നില്ല. ഞാൻ പൊക്കോളാം. അങ്ങനെ പറയണ്ട. ഭാര്യമാരായാലേ ഭർത്താവിനെ അനുസരിച്ചും ക്ഷമിച്ചും അവരെ നേർവഴിക്ക് നയിക്കേണ്ട ഭാര്യയുടെ കടമയാണ്. മനസ്സിലായോ? പറഞ്ഞു. ഓക്കെ മോനെ. അവള് വരുമല്ലേ? അവൾ അവിടെ നിൽക്കുന്നത് വലിയ അവർക്ക് താല്പര്യമൊന്നുമില്ല. അവൾ പറഞ്ഞു വിട്ടോളും. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ മോനെ. ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയി വെച്ചാ അത് തിരുത്തി മുന്നോട്ട് ജീവിക്കാന്ന് വിചാരിച്ച, പക്ഷെ ഒരിടത്തുനിന്ന് ഒരു സഹായം കിട്ടിയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ആശ്രയമാകും എന്ന് വിചാരിച്ച ഇങ്ങോട്ട് വന്നത്. അച്ഛൻ പേടിക്കണ്ട. നിങ്ങൾക്ക് ആർക്കൊരു നാണക്കേടായിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല. ഞാൻ പൊക്കോളാം. അയാൾ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ അച്ഛാ. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കേരളത്തിൽ മറ്റൊരു നവവധി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഭർത്തൃ വീട്ടിലെ പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് നമ്മുടെ റിപ്പോർട്ടർ സിംപ്ലി ശിവറാം നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം രാജേഷ്. തിരുവനന്തപുരത്ത് ഈ പ്രശ്നം നടന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് വെളുപ്പിനെ 12:30-ക്കാണ് ആതിര തന്റെ ജീവൻ എടുത്തത്. കഴിഞ്ഞ ആഴ്ച ആതിര തന്റെ ഭർത്താവിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം സ്വന്തം അച്ഛനോടും അമ്മയോടും പോയി പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. തന്റെ ബുദ്ധിമുട്ടെല്ലാം തുറന്നു പറഞ്ഞിട്ടും അവർ സൊസൈറ്റിയുടെ പ്രഷർ കാരണം അക്സെപ്റ്റ് ചെയ്തില്ല. വീട്ടിൽ നിന്ന് തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് തന്നെ വിടുകയുണ്ടായി. അപ്പോൾ ഇവിടെ വന്ന കുട്ടിക്ക് വീണ്ടും പീഡനത്തിന് ഇരയാൻ വേണ്ടി വന്നു. അതുകൊണ്ടാണ് ആതിര ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകൾ അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ അനുദിനം കൂടി വരുന്ന ഭർത്തൃ വീട്ടിലെ പീഡനത്തിന്റെ ഏറ്റവും പുതിയ ഇരയാണ് ആതിര. നീ എന്തടി വിചാരിച്ചത്?
എന്നെ വീണ്ടും സ്നേഹിക്കാനാണ് കൊണ്ടുപോകുന്നതോ? നീ വരുമെന്ന് എനിക്ക് അറിയാറുണ്ട്. സ്വന്തം അച്ഛനെ ചതച്ചിട്ട് പോയ നിന്നെ എത്ര നാളെ സഹിക്കാനാണ്? അല്ലെങ്കിൽ തന്നെ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇത്ര എന്റെ അടുത്ത് ചെയ്ത് ഞാൻ തന്നെ വീണ്ടും വിശ്വസിക്കുന്നു? എന്റെ കുഞ്ഞിനെ വരെ വിൽക്കാൻ നോക്കിയില്ലേ താൻ? ഇതെന്താ? എന്റെ മോള് ഇതിലൊരു ഒപ്പിട്ടെ. ഇനി അടുത്ത് എന്നെ വിൽക്കാനാണോ? അതിനൊന്നുമല്ല, ഇത് നിന്റെ അച്ഛനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ അയാൾ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും അയാളുടെ ഭീഷണിക്ക് നീ പഴങ്ങേണ്ടി വന്നെന്നൊക്കെ പറഞ്ഞ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുപ്പിക്കാനാണ്. ഇതെന്തൊരു ചെറ്റയാളോ? ഇടി, അയാൾ അകത്ത് പോയാൽ മാത്രമേ അയാളെ സ്വത്തുക്കളിലൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കടം തീർക്കണ്ടേ? മുംബൈക്കാരിപ്പം ഇങ്ങ് വരും. എനിക്ക് ആരെയും പേടിയില്ല. നിനക്കാരെയും പേടിയില്ല, പക്ഷെ എനിക്കെൻ്റെ ജീവിതത്തിൽ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഇത് കിട്ടിയിട്ട് വേണം അപ്പച്ചിക്ക് ഒരു ഓഹരി കൊടുക്കാൻ വേണ്ടി. ഒപ്പിടറി. മാറി, നിന്റെ ബോധം വന്നോ? പോലീസ് ഉടനെ വരുന്നുണ്ട്. നിന്നെ മറ്റേ പഴയ തട്ടിപ്പ് കേസ് ഉണ്ടല്ലോ, അതിനും എന്റെ മോളെ ഉപദ്രവത്തിനും ചേർത്ത് നല്ല എഴുതി ചേർത്തിട്ടുണ്ട്. നീ ഉടനെ ഒന്നും ജയിലിൽ വിട്ടിറങ്ങൂല. നിന്റെ ഫോളെ വെറുതെ വിടില്ല. നീ അത് ജയിലിൽ വിട്ട് ഇറങ്ങിയിട്ട് വേണ്ടി അഴിച്ചുവിടറോ? നിന്റെ തന്തയുടെ അഴിച്ചുവിടാൻ പറയുന്നു. വിടുന്നുണ്ടടാ, നിന്നെ അകത്തോട്ട് വിടുന്നുണ്ട്. പിന്നെ എൻ്റെ മോളോട് ഇത്രയും ചെയ്ത നിന്റെ പാപം കഴുകിക്കളയാൻ ഒരു അവസരം ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്റെ തമ്പ് ഞാൻ ഈ പേപ്പറിൽ എടുത്തിട്ടുണ്ട്. നിന്റെ മരണശേഷം നിന്റെ ഓർഗൻസ് എല്ലാം മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാനുള്ളൊരു അവസരം. നിന്റെ മോളെ ഞാൻ ബാക്കി വെക്കില്ല. ഇങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടൊരു ഉപകാരം ആർക്കെങ്കിലും ഉണ്ടാവട്ടെടാ. എൻ്റെ മോൾ എന്തെങ്കിലും കടുങ്ക ചെയ്തതിന് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞതിനെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി തെറ്റായെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നിന്നെപ്പോലെയുള്ളവനെ വെറുതെ വിടാൻ പാടില്ല. നോരകിക്കു നീ.